വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെ രമേശൻ പുതിയ ബൈക്കൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞിനി. ഓൻ വാങ്ങിയത് നിഞ്ച ബൈക്കാണ് കേട്ടോ. അപ്പോൾ ഓനെ പറഞ്ഞ് ഇങ്ങോട്ടൊന്ന് വരാൻ ബൈക്കൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ ഓൻ്റെ വീട്ടിലേക്ക് പോവാ. പിന്നെ നമ്മളെത്ര റിച്ച് ഒന്നും കേട്ടോ, നമ്മളെത്ര റിച്ച് ആ വീടോ ഈ വീട് ശ്രദ്ധിക്കുന്ന എന്താ പറയുക, നമ്മൾ റിച്ചല്ലേന്ന്. ഈ വീട് സത്യം പറഞ്ഞാണ്ട് കൊടുത്താൽ എനിക്കോലും അറിയില്ല എത്ര ലക്ഷം കോടിയും കൊടുക്കാണ്ട്. എനിക്ക് വേറെ ബൈക്കിൽ ഒരു കൊല്ലില്ല, ആകെ ഡിഫൻഡർ ഉണ്ട് 2 കോടി ഉണ്ട്. അതാണ് അടവ് വെച്ചത്. അടുത്ത മാസം അടവ് കൊടുക്കേണ്ടതാണ്. ഞാൻ എന്ത് പറയും, ഈ സൈക്കിളിൽ പിച്ചെടുത്തിട്ട് വാങ്ങിയത് എങ്ങനെയൊക്കെയോ വാങ്ങിയതാണ്. ആകെ $1500 ഉള്ളൂ ഒരു സൈക്കിളെങ്കിലും വാങ്ങിയ, അതെങ്കിലും വലിയ ഭാഗ്യം. ഈ സെറ്റ് പിന്നെ ഫുൾ റിച്ചാണ്. എല്ലാ വണ്ടികളും ഡിഫൻഡറും ബുഗാട്ടി ഉണ്ട്, മെക്ലാരൻ ഉണ്ട്, എല്ലാം പോയിട്ട്. അപ്പോൾ നമ്മളിവിടെ രമേശനെ കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ആടെ രമേശൻ, നീ പുതിയ വണ്ടി വാങ്ങിയില്ല? ഞാൻ പുതിയ വണ്ടി വാങ്ങി. ടെസ്റ്റ് ഡ്രൈവറിന് തരും പ്ലീസ്. അല്ല ഒരു വട്ടം തരൂ. അതൊന്നും തരാൻ പറ്റില്ല, പോടാ. എന്താടാ പ്ലീസ് പ്ലീസ് പ്ലീസ്. എടാ നീ പോയി നീ എന്റെ ബോഡി ഗാർഡിനെ വിളിക്കട്ടോ. എന്റെ ബോഡി ഗാർഡ് ഉണ്ട് ഇവിടെ, ബോഡി ഗാർഡ്. പിന്നെ നിനക്കൊരു സെക്യൂരിറ്റി തേങ്ങാപ്പാലുണ്ട് നിനക്ക്. എടാ നിനക്കൊന്നും ഈ ബൈക്ക് വാങ്ങല ആർത്തിയല്ല. ഞാൻ എന്തായാലും റിവെഞ്ച് വിട്ടോ, ഞാൻ ഒക്കെ കാണിച്ചുതരാം. നീ ഒന്നും കാണിക്കൂല. അവനോട് ഞാനൊരു വണ്ടി ടെസ്റ്റ് ഡ്രൈവിന് തരുമെന്ന് പറഞ്ഞിട്ടില്ലേ, അവൻ തന്നില്ല. കൂട്ടുകാരനെ ആയിപ്പോയി, വല്ല ഇപ്പൊ കൂട്ടുകാരനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ തീർത്ത് കളഞ്ഞ. ഞാൻ അവനോട് പകരം വിട്ടു. നമ്മൾ ഒരു ബൈക്ക് വാങ്ങുന്നു, നമ്മൾ ബൈക്ക് വാങ്ങുന്നു, എന്നിട്ട് അവൻ്റെ മുമ്പിൽ നമ്മൾ റേസ് കാണിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ബൈക്ക് വാങ്ങാം. ഒരു മിനിറ്റ്, എന്തോ കോള് വരുന്നുണ്ട്. വേണ്ട, എടുക്കൊന്നും വേണ്ട. അത് പിന്നെ അടിച്ചോണ്ടിരിക്കട്ടെ. ഹലോ ഹലോ, ഐ എം റേസിംഗ് കിങ്. നിങ്ങൾ ഈ റേസിംഗിൽ ജോയിൻ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിലും ജോയിൻ ചെയ്യണം. ശരി. ലൊക്കേഷൻ എവിടെയാ? ലൊക്കേഷൻ പിന്നെ അയച്ചുതരാം. ഓക്കെ ശരി. നമ്മൾക്ക് പറ്റിയ നേരത്തെ തന്നെ കേട്ടോ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞ് അടുത്തിവിടെ ഒരു റേസ് നടക്കുന്നുണ്ട്. അവിടെ കുറച്ച് കാറുണ്ട്. ആ കാറിൽ ആരാണ് ആ റാമ്പ് ചാടിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ, നമുക്ക് ബൈക്ക് ഇട്ടാണ് ഈ ഒരു റാമ്പ് ഇതാക്കാൻ. ആ റാമ്പ് നമുക്ക് ഈ റാമ്പാക്കാം. പിന്നെ ഞാനിങ്ങനെ തട്ടിയപ്പോൾ അത് കണ്ടോ, പക്ഷേ ആ കരയണ്ട. ഓക്കെ കേസ് അവിടെ എവിടെയോ ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. എവിടെയോ ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കൂടെ റേസ് ചെയ്യാൻ വന്ന ആൾ കേട്ടോ. ഹലോ ഹലോ ഞാൻ ജയിക്കും. അപ്പോൾ ഇയാളെ വണ്ടി, ഈ വണ്ടിയും ഇതിൻ്റെ വണ്ടി ഈ ബാക്കിൽ ഇരിക്കണം. ആദ്യം ഇയാളാണ് പോയത്. അപ്പോൾ ഇയാളെ ഡ്രൈവിങ് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമ്മളെ സോമനൊപ്പം നമുക്ക് റിവെഞ്ച് എടുക്കണം. അതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയല്ലല്ലോ സാധാ യൂട്യൂബേഴ്സ് പറയണ കാര്യം പറയാം. ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. എന്നിട്ട് അടുത്ത വീഡിയോ ഇല്ലല്ലോ. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യാം കേട്ടോ. റിവെഞ്ച് കിട്ടണമെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ, എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. അടുത്ത വീഡിയോ എപ്പം വേണമെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതൽ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഈ ചാനലിനെ എഡിറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ എന്തോ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ശരിയാക്കി തരും. അപ്പോൾ ഫസ്റ്റ് ഇവൻ്റെ ടേൺ കേട്ടോ. അപ്പോൾ ഇപ്പം വട്ടെ. അപ്പോൾ ഇവന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ജയിക്കും. അപ്പോൾ ഇവന് വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ ചാൻസ് ഉണ്ട്. നിനക്കൊന്നും കടക്കാൻ കൂടി പറ്റൂലടാ. ഇവനിങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ. ഇവന് സീനാണ്. അയ്യന്റെ അമ്മച്ചിയെ, ഇവനെ അങ്ങനെയൊക്കെ പിടിച്ചു നിർക്കാട്ടോ. ഇവന് ബ്രേക്കൊക്കെ പിടിച്ചോണ്ട് ഇവനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നുട്ടോ. അതുകൊണ്ട് ഇവൻ ചിലപ്പോൾ
ഇപ്പൊ ജയിക്കാൻ സാധ്യതയുണ്ട്. അഥവാ നമ്മള് രണ്ടാളും ജയിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പുതിയ ചാലഞ്ച് വരും. എടാ കണ്ട ഇതേമാതിരി ഓടിക്കാൻ പറ്റുമോ? ഞാനേ ജയിക്കും. പേടി അയ്യന്റെ അമ്മച്ചി ടേണായിട്ടുണ്ട്. ഏതോ ഒരുത്തൻ വന്നിട്ട് ഹെലികോപ്റ്ററിലത്തെ കാറിട്ട് പൊട്ടിത്തെറിച്ച് നമ്മളാണ് പോണത്. എന്റെ പൊന്നു, അവന്റെ കാലൊടിഞ്ഞ് ICU കിടക്കുന്നുണ്ട്. എന്താവോ അറിയില്ല. അതിന്റെ പൈസ ഞാൻ കൊടുക്കുവോ അറിയില്ല. അടവാക്കേണ്ടി വരില്ല. അപ്പത്തിന് വെനക്കന്മാരിച്ചു എന്റെ അമ്മച്ചേ. അപ്പൊ ഈ സോന ICUലായതുകൊണ്ട് എനിക്കൊരു ചാൻസ് കൂടി കിട്ടി. ഓന്റെ ചാൻസാണ് ഞാൻ ഇപ്പൊ കളിക്കണേ. ഓൻ ICUലായതുകൊണ്ടാണ്. ഇതിലെന്തായാലും ജയിക്കണം. നമ്മളെ രമേശനെ റിവെഞ്ച് എടുക്കണ്ടേ? നമുക്ക് റിവെഞ്ച് എടുക്കണം. റിവെഞ്ച് എടുത്താൽ അവനെ കൊല്ലണം. കൊല്ലൊന്നും വേണ്ട. അയ്യോ ജസ്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി പോയെങ്കിൽ കത്തമ്മ. ഓക്കെ. അയ്യോ 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 എൻ്റെ അമ്മേ. ടഫാണ് കേട്ടോ. ടഫ്. എൻ്റെ മോനെ, ഞാൻ അങ്ങോട്ടായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ. അയ്യോ പിന്നെ അയ്യൻ്റെ അമ്മച്ചേ. എല്ലാ ചാലഞ്ച് കഴിഞ്ഞിട്ടോ കാറിൻ്റെ. ഓൺലി ഇനിയിപ്പോൾ ഫുള്ള് ബൈക്ക് ചാലഞ്ച്. ബൈക്കിൽ നമ്മൾ പ്രോ അല്ലേ. നമുക്കിവിടെ ബുള്ളറ്റാണ് കേട്ടോ കിട്ടിക്കണേ. എൻ്റെ മോനെ, ബുള്ളറ്റിൻ്റെ സൗണ്ട് കേൾക്കാൻ രസമുണ്ട്. ഡുഗുടും ഡുഗുടും ഡുഗുടും. എൻ്റെ മോനെ ജസ്റ്റ് മിസ്. ഓ അയ്യോ ഞാൻ ചത്തേ. പിന്നെ ഇതൊക്കെ കിട്ടി. പിന്നെ ഞാൻ ഇപ്പം ചാവാതിരിക്കാൻ ഒരു ഷൂട്ട് ഇട്ടോ. അതോടെ ഞാൻ ചാവൂല. ഏതോ ഒരാൾ വണ്ടിയിൽ കയറിയപ്പോൾ തന്നെ അപ്പം തന്നെ വിളിച്ച് വർത്താനം പറഞ്ഞു വൈകുന്നേരമായി. നമ്മൾ സമയം പോയാൽ പറഞ്ഞില്ല. നമുക്ക് ഉൾ ക്യാമറയിൽ ഇങ്ങനെ കളിക്കാം. അതാണ് രസം. അയ്യോ ഞാൻ അങ്ങോട്ടാ പോണേ. ഈ ക്യാമറ ശരിയല്ല. ഈ അയ്യോ പോലെ അയ്യോ പോലെ പോലെ അയ്യോ ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്. ഈ ഡ്രസ്സ് കേട് വരും അറിയില്ല. ഇതിൻ്റെ എന്തൊക്കെയോ സ്പാനർ എന്തൊക്കെയോ ഊരിപ്പോയിട്ടുണ്ട്. നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. എത്ര വട്ടം അങ്ങനെ പോണി. എൻ്റെ പൊന്നു നമുക്ക് ആംഗിൾ തിരിക്കേണ്ടി. അയ്യോ സ്റ്റാരിങ് പറഞ്ഞു ഞാൻ പറഞ്ഞു പോവും. എൻ്റെ നെഞ്ചത്തല്ലേ പറഞ്ഞു പോവും, മണ്ണത്തല്ല പറഞ്ഞു പോവും. അയ്യോ പറഞ്ഞ നാക്കെടുത്തില്ല. അപ്പൊ തന്നെ പറഞ്ഞു പോവാല്ല. സെറ്റായി. റൂമൊക്കെ ബുക്ക് ചെയ്തോ. അപ്പൊ കാണാം മണ്ണിന്റെ അടിയിൽ എൻ്റെ അമ്മച്ചേ. ഞാൻ പിന്നെ എൻ്റെ മുടിയൊക്കെ തന്നിട്ടോ. ഈ മുടി എന്തായാലും തലടിക്കുകയാണെങ്കിലേ ഒന്നും കൊട്ടില്ല. പോലീസുകാരെ ഇവരൊക്കെ എവിടുന്നാണ് പോലീസുകാർ എന്നൊക്കെ എടുത്ത്. എൻ്റെ പൊന്നോ സീനാണ് കേട്ടോ. പോലീസ് ജീപ്പാണ് കേട്ടോ. ജീപ്പ് പക്ഷെ മഹീന്ദ്രത്താരെടുത്താൽ മതി. ആരൊക്കെയോ ചൂസ് ചെയ്ത്. ഏതൊരുത്തും ചൂസ് ചെയ്തേട്ടാ. അത് അയാളുടെ പേര് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അയാളെ കുറിച്ച്. ഹീ ഈസ് നോട്ട് വിന്ന്. ഓക്കെ. അയ്യോ പിന്നെയും പോയോ? ഞാൻ പിന്നെയും ഇവിടെ വന്നിട്ട് തേങ്ങാക്കൊല്ലാണ്. ഞാൻ ഇവിടെ പിന്നെയും സോമിന് പകരം വീട്ടാൻ പോയിട്ട് എൻ്റെ പകരം ഇപ്പോൾ വീട്ടിൽ പോണ്ടിരിക്കാണ്. അയ്യോ ഞാൻ ഇപ്പോഴെങ്കിലും ഒന്ന് ജയിച്ചാൽ മതി. അയ്യോ ഞാൻ പെട്ട. ഞാൻ ബൈക്ക് നമുക്ക് പതുക്കെ പോവാട്ടോ. പതുക്കെ പോണേ നല്ലത്. പോന്നടുത്ത് നമ്മൾ ഇങ്ങനെ പോലീസുകാർ ഇവിടെ ഉണ്ട്. ഇപ്പം ശരിയാക്കാൻ കൊടുത്താൽ അവിടെ വന്നിട്ട് എന്താ അറിയില്ല. ഓക്കെ നല്ല കുറച്ച് സ്പീഡ് കൂട്ടിയാൽ നല്ല ജയിക്കാൻ കുറച്ച് സാധ്യത. കാരണം പെട്ടെന്ന് കടന്നു പോവാ. അയ്യോ ഓക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. എത്താനിഞ്ഞ് കുറച്ചുള്ളൂ. നമ്മള് ജയിച്ചിരിക്കുകയാണ്. ഓക്കെ സാറേ ഇതാണ് എൻ്റെ ബൈക്ക്. ഓക്കെ സാർ ഞാൻ തിരിച്ച് പോവാണ്. അപ്പോൾ നമുക്ക് പുതിയ ബൈക്ക് കിട്ടിട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പുതിയ ബൈക്ക് കിട്ടി. ഇനി നമുക്ക് ഓനെ വിളിച്ചിട്ട് പറയട്ടോ. ഓനെ
വിളിച്ചിട്ട് പറയട്ടെ. ആടാ രമേശ, നീ ഇങ്ങോട്ട് വാ, എനിക്ക് ബൈക്കൊക്കെ കിട്ടി, ഇങ്ങോട്ട് വാ നീ. ആടാ ഞാൻ വരുന്നുണ്ട്. അപ്പൊ ഈ ശിവന് ഇവന്റെ ബൈക്കായിട്ട് വന്നിട്ടുണ്ട്, ഞാൻ ഇന്റെ ബൈക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മൾ ഇങ്കി പിങ്കി പോങ്കി കളിക്കാം കേട്ടോ. ഇങ്കി പിങ്കി പോങ്കി, ഫാദർ ഹാഡ് എ ഡോങ്കി, ഡോങ്കി ഡൈ, ഫാദർ കൈഡ്, ഇങ്കി പിങ്കി പോങ്കി. അപ്പൊ നീയാണ് ഫസ്റ്റ് കളിക്കണേ. ഞാൻ ഫസ്റ്റ്. കൂടുതൽ ആവേശമൊന്നും വേണ്ട കേട്ടാ. നീ ചത്ത ഫൈനൽ ചാൻസ് ആണ്. എത്ര ദൂര, പിന്നെ ഇതിലൊരു ഇത് കൂടി ഉണ്ട്, ആരാണ് എത്ര ദൂരം കിടക്കുമെന്ന് നോക്കും. ജയിക്കണമെന്നില്ല, നീ ഇപ്പൊ കുറച്ച് ദൂരം കിടക്കും. അപ്പൊ ഞാൻ പിന്നെ റേസ് ചെയ്യുമ്പോ ഞാൻ തോൽക്കും, പക്ഷേ ഞാൻ കുറെ ദൂരം കളക്കും, അപ്പൊ ഞാൻ ജയിക്കും. അങ്ങനെ ഒരു കാര്യം കേട്ടോ. അപ്പൊ ഇവന് അവന്റെ ബൈക്ക് എടുത്തിട്ട് നേരെ ചാടിച്ചു പോണ്. ഇവൻ ചെലപ്പം ജയിക്കില്ല. ഞാൻ ജയിക്കൂടാ. നീ ഞാൻ ജയിക്കും. അത് നിനക്കെന്തടാ? അയ്യോ, അവൻ ചത്തു. നെക്സ്റ്റ് നമ്മളെ ചാലഞ്ച്, നമ്മള് സേഫ്റ്റിക്ക് വേണ്ടി ഹെൽമെറ്റ് ഒക്കെ ഇട്ടു. നെക്സ്റ്റ് നമ്മളെ ചാലഞ്ചാണ്. ഞാൻ എന്തായാലും ജയിച്ചു. ഞാൻ പതുക്കെ പോവും, ആ റൂൾ കൂടി ഉണ്ട്. നിന്നെ മനഃപൂർവ്വം ഞാൻ തോൽപ്പിക്കാൻ പറഞ്ഞതാണ്. എടക്കള്ള നീ വിളിച്ചു. അയ്യോ എന്റെ പൊന്നോ. പിന്നെ ഈ ഇതിൽ ഒരു ചാൻസ് കൂടി ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞതല്ലേ നീ ജയിക്കൂലെന്ന്. അതവിടെ നിക്കട്ടെ, കളിയാക്കലവിടെ നിക്കട്ടെ. ഇനിയൊരു ചാലഞ്ച് ഇല്ലേ, നീ ആദ്യം പോ. അതന്നെയല്ലേ ഫസ്റ്റ്. ഈ ശിവൻ എന്തായാലും ബൈക്ക് എടുത്തിട്ടുണ്ടോ. ഇവൻ പറഞ്ഞ്, ഇവന് ഹോസ്പിറ്റലായ സമയത്ത് പറഞ്ഞ്, എടാ എന്റെ ബൈക്കിന്റെ കളർ ബ്ലാക്ക് ആയി തരാ പറഞ്ഞിട്ട് ഞാനേ 2 ചീത്തൊക്കെ കുടിച്ചിട്ട് പാവല കരുതിയിട്ട് ഞാൻ എന്താക്കിയതാ. അയ്യടാ ഞാൻ പറഞ്ഞതന്നെ. ഇങ്ങനെ പോവാട്ടോ, അങ്ങനെ പോവാ. അവൻ തോറ്റു. അവൻ എന്തായാലും തോറ്റു. നെക്സ്റ്റ് നമ്മള് ബൈക്കൊക്കെ മാറ്റിട്ടോ. നെക്സ്റ്റ് നമ്മളെ ചാലഞ്ചാണ്. ഈ എൻ്റെ മോനെ ബൈക്കിന്റെ ടയറില്ലേ നമ്മൾ പുതിയത് മാറ്റി. ഞാൻ എന്തായാലും ഇതിൽ ജയിച്ച അവനോട് ഞാൻ പകരം വീട്ടിൽ പറയും ഞാൻ. നിങ്ങൾ കമന്റ് ഒക്കെ ചെയ്ത്. അയ്യോ, അപ്പൊ ഈ സോന ഹോസ്പിറ്റലായോണ്ട് നമുക്കൊരു ചാലഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചാലഞ്ച് അല്ല, ചാൻസ്. ഇതിലെന്തായാലും നമുക്ക് ജയിച്ചാലേ പറ്റൂ, കാരണം അവനോട് പകരം വീട്ടണം. ഇതെത്ര മിനിറ്റായി ഞാൻ വീഡിയോ എടുക്കണേ, അത് പറയരുത്. അയ്യോ, ഈ സാധനം പിന്നെ ചാൻസ് കിട്ടിയേക്കാണ്. ഇത് ഏത് വയ്യ പോണ ഈ ചാലഞ്ച്. എന്താ, നമുക്ക് പതുക്കെ പോവാ ഗൈസ്. പതുക്കെയാണ് നമ്മൾ ഇനി പോവാൻ പോണ കേട്ടോ. പതുക്കെ വളരെ പതുക്കെ, വളരെ ഒന്ന് നമ്മളിത് കടന്ന് കാറ്റാടി കടന്നു കേട്ടോ. നമ്മൾ ഒരു ഫാന് കടന്നിട്ടുണ്ട്, നമുക്ക് രണ്ടാമത്തെ ഫാനോ. അയ്യോ ജസ്റ്റ് മിസ് കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം അത് തട്ടീനേ. ഞാൻ ആ സൈഡിൽ കൂടെ പോവോ. ലെറ്റ്സ് ഗോ ഗയ്സ്, നമ്മൾ ജയിച്ച. നമ്മളാണ് കൂടുതൽ ദൂരം ഇവിടെ എത്തി. അപ്പം നമ്മൾ ജയിച്ചിട്ടുണ്ട് കേട്ടോ. എടാ ഇന്നോട് കളിക്കരുത്, ഞാൻ പറഞ്ഞ അപ്പൊ ഇന്നത്തെ ഇവിടെ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെടുകയിലേക്ക് ചെറിയ സഭയെ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ. ലോങ് ടൈം ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ഡിസ്ലൈക്ക്. ഓക്കെ, അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ. ടേക്ക് കെയർ. പൊന്നു